അലക്സ്, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? സാറല്ലേ എന്നോട് വരാൻ പറഞ്ഞത്? ഞാനോ? കർണ സർ, നീ ഇദ്ദേഹത്തിന് വരാൻ പറഞ്ഞോ? ഞാൻ വിളിച്ചില്ല സർ. സർ, കരുണ വിളിച്ചില്ല സർ. നമ്മുടെ ക്രൈം ബ്രാഞ്ച് ആനന്ദാണ് ഐശുവിന്റെ ബോഡി കിട്ടിയെന്ന് പറഞ്ഞ് സ്പോട്ടിലേക്ക് വരാൻ പറഞ്ഞത്. സാറേ, ഞാൻ ഇവിടെ തന്നെയായിരുന്നു. ഞാൻ എന്തിനാ നിങ്ങളെ ഫോൺ വിളിക്കുന്നത്? അലക്സ്, ആനന്ദ് ഞങ്ങളുടെ കൂടെ അല്ലേ ഉണ്ടായിരുന്നേ? അപ്പൊ എന്നെ വിളിച്ചത് ആരായിരിക്കും സർ? ഫോൺ കാണിച്ചേ, നമ്പർ നോക്കാം. വേഗം എടുക്ക, ഇങ്ങോട്ട് കാണിക്കേ. എന്താ അലക്സ്, നിങ്ങളൊക്കെ എന്തിനാ പോലീസിൽ പണിയെടുക്കുന്നേ? ഇത് പ്രൈവറ്റ് നമ്പറാ, കുറച്ചുപോലും കോമൺ സെൻസ് ഇല്ലേ? വേണമെങ്കിൽ ഞാനോ കരണോ നേരിട്ട് വിളിക്കും. നിങ്ങൾ അവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് അവൻ കുട്ടിയും കൊണ്ട് രക്ഷപ്പെട്ടു. എന്താ അലക്സ്? കർണ, ഇയാൾ ചെക്ക് ചെയ്ത ഏരിയ മുഴുവൻ അലേർട്ട് ചെയ്യാൻ പറയും. അവൻ രക്ഷപ്പെട്ടത്. ഓക്കെ സർ. വേഗം കർണ. ഷുവർ സർ. പേടിക്ക് സർ, വെറുതെ സമയം കളയാനായിട്ടാ. സർ, സർ, കോഫി? എനിക്കൊന്നും വേണ്ട. അറ്റൻഡ് ചെയ്യില്ലേ? ട്രേസ് ചെയ്യണോ? സർ, കൊള്ളുന്നു സർ. കാണിക്കേ. ഇന്ന് സർ. ഹലോ 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 അമ്മ. നിനക്ക് കേട്ടോ? ഇപ്പൊ വിശ്വാസമായോ? വിശ്വാസമായി, എനിക്ക് വിശ്വാസമായി സർ. 25 ലക്ഷം പണം എടുത്തോണ്ട് ഞാൻ പറയുന്ന കൺസ്ട്രക്ഷൻ ബിൽഡിംഗിൽ നീ ഒറ്റയ്ക്ക് വരണം. ഇതിനു മുമ്പേ ചെയ്ത തെറ്റ് നീ വീണ്ടും ആവർത്തിച്ചാൽ നിന്റെ മകള് പട്ടിയെക്കാളും മോശമായിട്ട് ചത്ത് കിടക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ വരാം, ഞാൻ വന്നോളാം സർ. ഞാൻ വരാം, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം. ആയിഷു, ആയിഷു സർ. എനി ലീഡ്? നോ സർ, ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. ആയിഷു. പ്ലീസ്, ഇപ്പോഴാണ് നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കേണ്ടത്. ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. സർ, നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം. ദയവ് ചെയ്ത് നിങ്ങൾ ആരങ്ങോട്ട് വരരുത്. എനിക്ക് എന്റെ മോളെ വേണം. ഞങ്ങൾക്ക് നിങ്ങളുടെ മോളുടെ സേഫ്റ്റിയാണ് പ്രധാനം. ഞങ്ങൾ ആരും വരില്ല, നിങ്ങൾ തന്നെ പോയാൽ മതി. ഞങ്ങൾ തരുന്ന പൈസ മാത്രം കൊണ്ടുപോയി കൊടുക്കുക. എനിക്ക് പണം വേണ്ട, ഒന്നും വേണ്ട. ഐ വാണ്ട് നോബഡി, നോബഡി. അവൻ ചോദിച്ച പൈസ നിങ്ങളെ കൊണ്ട് ഇപ്പൊ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ പൈസ ഞങ്ങൾ തന്നോളാം. അലക്സ് സർ, മാഡം, നിങ്ങളുടെ ഹാൻഡ് ബാഗ് അവിടെ. എന്താ അലക്സ്? മറിക്ക്, കാണിക്ക്, ഞാൻ ചെയ്യാം. ഹലോ. പണം കാറിൽ തന്നെ വെച്ചിട്ട് ഓട്ടോ പിടിച്ച് GK ബിൽഡിംഗിലേക്ക് തിരിച്ചു പോകും. അവിടെ നിന്റെ മകള് കാണും. ചേട്ടാ, GK ബിൽഡിംഗിലേക്ക് പോണം. ഇരിക്കും മോളെ. ജാൻ, ജാൻ.
പറ മോളെ, അച്ഛൻ 20 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. എന്താ മോളെ? നിഷ, വാ വാ മോളെ. കരയല്ലേ ഞങ്ങളുടെ. സർ ഇങ്ങോട്ടേക്ക് സർ, ഇരിക്കും മാഡം. പറയൂ സർ. ഇവളെന്റെ മോളാ. ഇവളെ മോള് സ്കൂളിലേക്ക് പോയതാ, പിന്നെ വന്നിട്ടില്ല. എല്ലായിടവും അന്വേഷിച്ച് കംപ്ലൈന്റ് കൊടുക്കണം. കണ്ണൻ സാർ ആ പാഡിങ് ഉണ്ടോ? ഇതാ സാറേ. പറയൂ സർ, എന്താ പേര്? നിഷ. ഏജ് എത്രയുണ്ട്? 8 അല്ലേ? 8. കണ്ണൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കൺട്രോൾ റൂമിൽ ഇൻഫോം ചെയ്യേ. ചലേ. ഓക്കെ സാർ. കതിരേശ, എന്റെ മോളൊന്ന് ഇരിക്കട്ടെ. ഇരിക്കും മോളെ. ഇരിക്കും. ഹലോ സാർ, ഞാൻ അലക്സാ സംസാരിക്കുന്നത്. പറഞ്ഞോളൂ. സാറേ, എന്റെ പേരക്കുട്ടി എന്താ സാർ പറയുന്നത്? എന്റെ പേരക്കുട്ടിയെ കടത്തി കൊണ്ടുപോയിട്ട് 50 ലക്ഷമായിട്ട് GK ബിൽഡിംഗിലേക്ക് വരാൻ പറയുന്നു. എന്റെ മോളിവിടെ ഇരുന്ന് കരയാണ് സാർ. നിഷ എനിക്ക് ജീവനാണ് സാർ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങളുടെ പേരക്കുട്ടിയെ നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ കമ്മീഷണറെ പോയി കണ്ടിട്ട് നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. ധൈര്യമായിട്ടിരിക്കും. സാർ, സാറിനാണ് സാർ ഞാൻ വിശ്വസിക്കുന്നത്. വേഗം വരൂ സാർ. ഞാൻ വേഗം എത്തിക്കോളാം അലക്സ്. വണ്ടിന്ന് ഇറങ്ങിക്കോളൂ. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. വണ്ടിയിലുള്ള ബാഗ് എടുത്തുകൊണ്ട് വേഗം 5ാമത്തെ ഫ്ലോറിലേക്ക് പോകും. ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം. ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. എന്താ ആലോചിക്കുന്നത്? വേഗം പോ. ഇത്തവണ അവൻ രക്ഷപ്പെടരുത്. വേഗം പോ.